ISROയുടെ വാണിജ്യ ദൗത്യമായ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 വിക്ഷേപണം നാളെ രാവിലെ 8:55 നടക്കും. ഇന്ത്യൻ നിർമ്മിത റോക്കറ്റായ LVM-3യിലാണ് 6500 കിലോഗ്രാം ഭാരമുള്ള അമേരിക്കൻ ഉപഗ്രഹം കുതിച്ചുയരുക. ലോ എർത്ത് ഓർബിറ്റിൽ വിക്ഷേപിക്കുന്ന ഏറ്റവും വലിയ വാണിജ്യ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹമാണ് ഇത്. അമേരിക്കയുടെ ഭാരമേറിയ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യമാണ് ബ്ലൂബേർഡ് 6. ISROയുടെ LVM-3 വാണിജ്യ വിക്ഷേപണ വാഹനത്തിൽ വിക്ഷേപണം. ഇസ്രോയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും US ആസ്ഥാനമായുള്ള AST സ്പേസ് മൊബൈലും തമ്മിൽ ഒപ്പുവച്ച വാണിജ്യ കരാറിന്റെ ഭാഗമാണ് ദൗത്യം. PSLVയെ അപേക്ഷിച്ച് ഭാരമേറിയ പേലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് LVM-3. 2022 വാണിജ്യാടിസ്ഥാനത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. നവംബർ 2 ISRO വിജയകരമായി വിക്ഷേപിച്ച 4400 കിലോഗ്രാം ഭാരമുള്ള LVM-3 M5 കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആയിരുന്നു ഇതിനു മുൻപ് വിക്ഷേപിച്ച ഭാരമേറിയ ഉപഗ്രഹം. ബ്ലൂബേർഡ് ഉപഗ്രഹത്തിന് ഏകദേശം 6500 കിലോഗ്രാം ഭാരമുണ്ട്. ഉയരത്തിലും കരുത്തിലും മുന്നിലായതുകൊണ്ട് തന്നെ ഈ റോക്കറ്റിനെ ബാഹുബലി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇതുവരെ നടത്തിയ 7 ദൗത്യങ്ങളിലും 100% വിജയം കൈവരിച്ച റോക്കറ്റാണ് LVM-3. ലോകത്തിലെ മൊബൈൽ ഫോൺ ഉപയോഗത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഉപഗ്രഹമാണ് ബ്ലൂബേർഡ്. ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു മൊബൈൽ ടവർ പോലെ ഇവ പ്രവർത്തിക്കും. പ്രത്യേക സാറ്റലൈറ്റ് ഫോണുകളോ വലിയ ഡിഷ് ആന്റിനകളോ ഇല്ലാതെ തന്നെ ഉപഭോക്താവിന്റെ കൈവശമുള്ള സാധാരണ 4G 5G സ്മാർട്ട് ഫോണുകളിൽ നേരിട്ട് ഇന്റർനെറ്റും വോയിസ് കോളുകളും ലഭ്യമാക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്കാകും. ലോകത്തിലെ മൊബൈൽ കവറേജ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ മൊബൈൽ കവറേജ് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. സമുദ്രങ്ങളിലും മരുഭൂമികളിലും വിദൂര വനമേഖലകളിലും തടസ്സമില്ലാത്ത കണക്ടിവിറ്റി ഇതുവഴി ലഭ്യമാകും. നിലവിൽ സ്റ്റാർലിങ്ക് പോലുള്ള ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേക റിസീവറുകൾ ആവശ്യമാണ്. എന്നാൽ പുതിയ സാങ്കേതിക വിദ്യ വരുന്നതോടെ ഫോണിലെ സിം കാർഡ് ഉപയോഗിച്ച് തന്നെ ബഹിരാകാശത്ത് നിന്നുള്ള ഇന്റർനെറ്റ് നേരിട്ട് ലഭ്യമാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാന ദൗത്യമാണിത്. വിക്ഷേപണത്തിനായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതിയിൽ നിന്ന് നമ്മൾ മാറുകയാണ്. അതോടൊപ്പം അന്താരാഷ്ട്ര ഉപഗ്രഹങ്ങൾക്കായുള്ള വിശ്വസനീയമായ വിക്ഷേപണ വാഹന ദാതാവ് എന്ന നിലയിലേക്കും നമ്മൾ ചുവടുവയ്ക്കുന്നു. ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയിൽ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും ഇതിലൂടെ സാധിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.